നമ്മുടെ നാട്ടില് തൂക്കണാം കുരുവി, ആറ്റക്കുരുവി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെ കൂടായി കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കിണറില. നിങ്ങൾ വിചാരിക്കും ഈ കാട് പിടിച്ച് കിടക്കുന്നത് കിണറാണോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് കിണറാ. നമ്മുടെ നാട്ടിലുള്ളതല്ല, തമിഴ്നാട്ടിലെ ഉള്ള ഒരു കിണറായത്. കിണറിനകത്ത് ഈ കിളികളെല്ലാം, കുരുവികളെല്ലാം കൂട് കൂട്ടിയേക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം ഒരു 10-15 കുരുവിക്കൂടെങ്കിലും ഇതിനകത്തുണ്ട്. ഇതെന്ന് പറയുമ്പം കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കിണറായത്. തമിഴ്നാട്ടിലെല്ലാം മിക്ക ഇടങ്ങളിലും പോയിട്ടുള്ളവർക്കറിയാം, കൃഷി സ്ഥലങ്ങളിൽ വെള്ളത്തിന് വേണ്ടി ഇതുപോലുള്ള കിണറുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ കിണർ ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ട് ഈ കിണറിന്. പണ്ട് ഈ കിണറിനെ ആശ്രയിച്ചായിരുന്നു ഈ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം വെള്ളം എടുത്തിരുന്നത്. അപ്പം അതുപോലെ വെള്ളം ഉള്ള ഒരു കിണറായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വരൾച്ചയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇതിൽ വെള്ളം കുറവാ. ഇപ്പൊ ഇത് കൃഷി ആവശ്യത്തിന് മാത്രമായി ഈ കിണർ ഉപയോഗിക്കുന്നത്. നമ്മളിതിനെ ആറ്റക്കുരുവി, തൂക്കണാം കുരുവി, കുരിയാറ്റക്കിളി എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇതിനെ തൂക്കണാം കുരുവി എന്നാ വിളിക്കാറ്. ഈ കിളികൾ സാധാരണയായിട്ട് കൂട് കൂട്ടുന്നത് വയലിനും പാടത്തിനും ഒക്കെ അടുത്തുള്ള ഉയരമുള്ള മരങ്ങളിലോ അതല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള കുളത്തിൻ്റെയൊക്കെ കുളവും അല്ലെങ്കിൽ കിണർ അതുപോലൊക്കെയുള്ള അതിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിലായിരിക്കും ഇത് കൂട് കൂട്ടുന്നത്. ആൺകിളികളാണ് കൂട് നിർമ്മിക്കുന്നത്. പെൺകിളികൾക്ക് മുട്ടയിടുന്നതിന് വേണ്ടി ആൺകിളികൾ കൂട് നിർമ്മിച്ചു കൊടുക്കുന്നു. ഏകദേശം 500 തവണയെങ്കിലും ചെറിയ പുൽനാരുകൾ കൊണ്ട് പറന്ന് വന്ന് പണിതുണ്ടാക്കുന്ന ഇത്തരം കൂട്ടിൽ ചിലപ്പോൾ 3000-ലധികം നാരുകൾ കാണും. ഈ കുരുവികൾ കൂട് കൂട്ടുന്നത് തലകീഴായിട്ടാണ്. നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമ്മൾ കരുതും ഇതിന്റെ മുട്ട ഇട്ടാൽ താഴെ വീണ് പൊട്ടിപ്പോകുമല്ലോ നമ്മൾ കരുതും. പക്ഷെ ഇതിന്റെ ഉമിനീരിന് നല്ല പശയുള്ള ഉമിനീരായതുകൊണ്ടും ഇത് മുട്ടയിട്ടതിന് ശേഷം ആ മുട്ടകളെല്ലാം അതിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഇത് ഇര തേടി പോകാറുള്ളൂ. അതുകൊണ്ട് എത്ര വലിയ ശക്തമായ കാറ്റ് വന്നാലും ഇതിന്റെ മുട്ട താഴെ വീണ് പൊട്ടിപ്പോകുമെന്നുള്ള ഭയവും വേണ്ട. എനിക്കിത് വളരെ കൗതുകമായിട്ടാണ് തോന്നിയത്. പക്ഷെ ഞാനിത് നാട്ടിലൊന്നും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കിളികൾ ഇങ്ങനെ കൂട് കൂട്ടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനിയും പുതിയ പുതിയ കാഴ്ചകൾക്ക് വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അത് നമുക്ക് കാണാൻ കഴിയും. ചെറിയ ചെറിയ കിളിക്കുഞ്ഞുങ്ങൾ കൂട്ടിനകത്തിരുന്ന് പുറത്തോട്ട് നോക്കുന്നതും അമ്മക്കിളി അതിന് തീറ്റി കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. ഈ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ, മറക്കല്ലേ. എനിക്ക് പുതുമയും കൗതുകവും നിറഞ്ഞ കാഴ്ചകളായിരുന്നു ഇത്. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. പുതിയ പുതിയ വീഡിയോസുമായിട്ട്, ഇതുപോലുള്ള മനോഹരമായ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.